നമസ്തേ. നമസ്തേ. 720 ഔട്ട് ഓഫ് 720യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മെയ് 4 തീയതി നാം ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന, സ്വപ്നം കണ്ടിരുന്ന, നാം ആരാകണമെന്നും ആഗ്രഹിക്കുന്നു അതിലോട്ടുള്ള നമ്മുടെ പ്രവേശന കവാടം. നമുക്ക് 180 ചോദ്യങ്ങൾ, 180 മിനിറ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. തീർച്ചയായിട്ടും നമ്മൾ ധാരാളം ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. +2വിന് ശേഷം ഇതിനായിട്ട് തയ്യാറെടുക്കുന്ന, വർഷങ്ങളായിട്ട് തന്നെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവാം. നമ്മൾ ധാരാളം ക്ലാസ്സുകളിലൂടെയും പരീക്ഷകളിലൂടെയും ഒക്കെ കടന്നുപോയി. ഇനി നമ്മുടെ റിയാലിറ്റിയിലോട്ട് നമ്മൾ കിടക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും എക്സാമുകളിലൂടെയൊക്കെ എന്താണ് നമുക്ക് എത്രത്തോളം ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും, എത്രത്തോളം ഇപ്പം 2024 ക്വസ്റ്റ്യനിലെ 23 ചോദ്യങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഇതുപോലെ വരുന്ന ഒരു മോഡറേറ്റ് ലെവൽ, ഈസി ടു മോഡറേറ്റ് ലെവലിൽ നമുക്ക് എത്രത്തോളം പ്രവർത്തിക്കാൻ കഴിയും, നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകേണ്ട സമയമാണിത്. അതിൽ നമ്മളെ ഒന്ന് പോളിഷ് ചെയ്യുക, നമ്മളെ ഒന്ന് തിളക്കുക. ആ ഒരു ദിവസം ഏറ്റവും നല്ല പെർഫോമൻസിനായിട്ട് ഒരു സ്മാർട്ട് വർക്ക്, അതല്ലേ ഇനിയുള്ള 50 ദിവസങ്ങളിൽ. ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആരൊക്കെയോ ചോദിച്ചതുപോലെ 2 ദിവസം കൊണ്ട് 650 മാർക്ക് കിട്ടാനുള്ള പ്ലാൻ ഉണ്ടോ? ഒരിക്കലുമില്ല. കാരണം നമ്മളെന്ന വ്യക്തി +1 +2 പഠിച്ച സമയമുണ്ട്, അതിനുശേഷം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, വീക്കിലി എക്സാമുകളുണ്ട്, മോഡൽ എക്സാമുകളുണ്ട്. 25 ലക്ഷം പേരിൽ നിന്ന് 25,000 വരുന്ന ആ വർക്ക്, അതെപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, അതൊരു ഈസി ടാസ്ക് ആയിട്ട് ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. അതിനൊരു എഫേർട്ട് ഉണ്ടാവണം. ആ എഫേർട്ടിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ മിനുക്കുപണികൾ, അതാണ് നമുക്ക് ഈ 50 ദിവസങ്ങൾ. തീർച്ചയായിട്ടും സാർ ഈ പറഞ്ഞ പോലെ അത് ഞാനും കണ്ടു ആ കമന്റ്. 2 ദിവസം കൊണ്ട് നമുക്ക് 680 സ്കോർ ചെയ്യാൻ പറ്റുമെന്ന്. അത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എപ്പോഴാണെന്നറിയോ? നിങ്ങളൊരു മെഷീനാണ്, നിങ്ങളൊരു റോബോട്ടാണ്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആ ടെക്സ്റ്റിനകത്തുള്ള കണ്ടന്റുകൾ ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് എടുക്കുകയും അത് പ്രോസസ്സ് ചെയ്യുകയും പറ്റാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ എസ് എന്ന് പറയാം. അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ലാത്തിടത്തോളം കാലം 2 ദിവസം കൊണ്ട് നീറ്റ് നേടിത്തരാം, അല്ലെങ്കിൽ 680 മാർക്ക് 700 മാർക്ക് നേടിത്തരാമെന്ന് ഒരിക്കലും നമ്മൾ പറഞ്ഞിട്ടുമില്ല, പറയുകയുമില്ല. കാരണം ഇതിന് എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് ഇവിടെയുള്ള ഓരോ കുട്ടിക്കും അറിയാം. തുടങ്ങുമ്പോൾ തന്നെ അതാ പറയുന്നത്. അതെ. ഇനി +2, ശരിക്കും പറഞ്ഞാൽ +2 കഴിഞ്ഞ് പുതിയൊരു കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ അതാണ് പറയുന്നത്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മണിക്കൂർ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് എനിക്ക് വരയ്ക്കാനാണ് ഇഷ്ടം, എനിക്ക് എപ്പോഴും പാട്ട് പാടാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് മറ്റ് ആക്ടിവിറ്റിയിൽ ഇൻ ബിറ്റ്വീൻ പോകുന്ന ഒരാളാണ് ഞാനെങ്കിൽ, നിങ്ങൾ ഒരിക്കൽ കൂടി ആലോചിച്ച് മാത്രമേ ഇങ്ങനെ വരാകൂ എന്ന് മാത്രമേ ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ ഇപ്പം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞ, ഞങ്ങൾ എല്ലാ കോളേജുകളിലും ഞങ്ങൾ പോയി കുട്ടികളെ കണ്ടിട്ടുണ്ട്, ഏത് മാർക്ക് സ്കോർ ചെയ്തവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് ഇതൊരു തുടക്കമാണ് പഠിത്തത്തിന്റെ. കാരണം ഇതിനു ശേഷം നമ്മൾ ഏത് മേഖലയിൽ നമ്മൾ പ്രവേശനം നേടിയാലും ധാരാളം നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. ഇപ്പം എയിംസിൽ ചെന്ന് ചെല്ലുന്നവർക്ക് അവിടെ എത്രത്തോളം കുട്ടികളുണ്ടോ, അപ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടത് എയിംസിൻ്റെ ഫാക്കൽറ്റീസ് എങ്ങനെയാണോ അവരെ കൈകാര്യം ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മൾ ആ കഴിവ് ആർജിക്കണം. ആ കഴിവുള്ളവരെ അവിടെ ചെല്ലാവുള്ളൂ. അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കോഴിക്കോടാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും MBBS ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും BSc നഴ്സിംഗ് പ്രവേശനം ഒക്കെ ആണെങ്കിലും ഇതൊരു ഈസി ഗോയിങ് മെത്തേഡ് അല്ല. ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്, വർക്ക് ചെയ്യാനുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട്. അതനുസരിച്ചാണ് ഇന്നലകൾ വരെയുള്ള എല്ലാവരും കടന്നു പോയിരിക്കുന്നത്. അപ്പം നമ്മൾ മെയ് 4 തീയതി ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ കരിയറിനെയാണ് പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡിൽ ഇതിന് ശേഷം നമുക്ക് ഈ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിവിധ കാര്യങ്ങളെക്കുറിച്ചുണ്ട്, വിവിധ കോഴ്സുകളെക്കുറിച്ചുണ്ട്. തീർച്ചയായിട്ടും മറ്റ് ധാരാളം വീഡിയോകളുണ്ട്. ഇതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. എങ്കിലും അതിനു മുമ്പായിട്ട് മെയ് 4 മുന്നൊരുക്കത്തിൽ നാം എത്രത്തോളം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സാർ പറഞ്ഞ പോലെ വലിയൊരു കാര്യമാണത്. നമ്മൾ ഇപ്പോൾ 720 മാർക്ക് വാങ്ങി എന്ന് കരുതി നമ്മുടെ ലൈഫ് സെറ്റാണ്, അല്ലെങ്കിൽ എയിംസിലോട്ട് അഡ്മിഷൻ കിട്ടി എന്ന് കരുതി അവിടെ തീരുകയല്ല, അവിടെ ഒരു പുതിയ ടാസ്ക് തുടങ്ങുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ എന്താണോ സ്ട്രെസ്, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ ഇത്രയും ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞത് എന്താണോ അതിൻ്റെ ഇരട്ടിയിലധികം കണ്ടന്റുകൾ നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ അതിനേക്കാളും വലിയ, ഏറ്റവും നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് അത്രയും ഡെലിക്കേറ്റ് ആയിട്ട് ജീവൻ വെച്ചുള്ള കളിയാണ്. അവിടെ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ വേണം, ഓരോ കാര്യത്തിലും നിങ്ങൾ എത്രത്തോളം. ഇപ്പോൾ നമുക്ക് ഞാൻ ശ്രദ്ധ മാറുന്നു, അല്ലെങ്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇത്ര മണിക്കൂറിൽ കൂടുതൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന്
പറയുന്ന ആൾക്കാരോടെല്ലാം, അല്ലെങ്കിൽ 3 മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നു, ഈ 3 മണിക്കൂർ ഞങ്ങളുടെ കുട്ടി എങ്ങനെ ശ്രദ്ധിക്കണം എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം ഇതാണ്. ഒരു MBBS പ്രൊഫഷൻ അല്ലെങ്കിൽ ഡോക്ടർ ആകണം എന്ന് തീരുമാനിക്കുന്ന ഒരു കുട്ടി ആദ്യം അറിയേണ്ടത് ആ പ്രൊഫഷന് ഞാൻ എന്തൊക്കെ സാക്രിഫൈസുകളാണ് എടുക്കേണ്ടത്. എനിക്ക് 12 മണിക്ക് കൃത്യം കഴിക്കേണ്ട ആളാണ് ഞാൻ, 12:30 വരെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരാൾ ഈ ഡോക്ടർ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ നീറ്റ് എഴുതാൻ തയ്യാറെടുക്കുന്നതിന് മുൻപ് ഒന്നുകൂടെ ചിന്തിക്കണം, ആം ഐ ഫിറ്റ് ഫോർ ദിസ്? അത് നമ്മൾ എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നാളെ ഒരു സർജറി ചെയ്യേണ്ട ആൾക്കാരാണ് നിങ്ങൾ. ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഓർഗനുകളിൽ കൂടെ അല്ലെങ്കിൽ ഏറ്റവും കോൺസെൻട്രേഷൻ ആവശ്യമുള്ള നിങ്ങളുടെ ഒരു നിമിഷത്തെ ഒരു ശ്രദ്ധക്കുറവ്. ഇവിടെ ഇപ്പോൾ ഒരു നിമിഷം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന NCERT വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധ മാറിപ്പോയാൽ പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാർക്ക് കുറയുമായിരിക്കും, അല്ലെങ്കിൽ അതുകൂടെ നിങ്ങൾ പഠിക്കേണ്ടി വരുമായിരിക്കും, കുറച്ചുകൂടെ സമയം വേണ്ടി വരും. അതിൽ പരം ഒരു ജീവനല്ല പ്രശ്നം വരുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്രൊഫഷന് അപ്പം എത്രത്തോളം സീരിയസ്നെസ് ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന എനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇത്രയും പഠിക്കണോ, ഇങ്ങനെയാണോ പഠിക്കേണ്ടത്, ഇത് എങ്ങനെ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് അതാണ്. ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്ന ഒരാൾ ഞാൻ ഇത്ര സമയത്ത് എനിക്ക് കഴിക്കണം, അല്ലെങ്കിൽ ഇത്ര സമയത്ത് എനിക്ക് വെള്ളം കുടിക്കണം, ഇത്ര സമയം മാത്രമേ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതിനപ്പുറം ഞാൻ പോകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു ട്രയാക്സോണിലായിരിക്കാം, നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കാം, നമ്മളെ കാണാൻ വരുന്നത് പേഷ്യൻസ് ആണ്. അവരോടൊപ്പം നിൽക്കാനുള്ള പേഷ്യൻസ് നമുക്ക് വേണം. അപ്പൊ അതിനുള്ളൊരു ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമേ ഉള്ളൂ ഇവിടെ എനിക്ക് ഞാൻ 16 മണിക്കൂർ എങ്ങനെ പഠിക്കും എന്ന് ആലോചിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊണ്ട് ഇത്രയും പറ്റുമോ, ഇത്രയും ചാപ്റ്റേഴ്സ് 81 ചാപ്റ്റർ എങ്ങനെ ഓർക്കും എന്ന് ആലോചിക്കുന്ന ഒരാളിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ MBBSന് പോകുമ്പോൾ നിങ്ങൾ ഈ പഠിച്ചതെല്ലാം ഒന്നുമില്ല. നിങ്ങളിപ്പോ ശരിക്കും പറഞ്ഞാൽ ആൽഫബറ്റ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്ന പോലെ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് അനാറ്റമി, ഫിസിയോളജി, ഇങ്ങനെ ഓരോ ടോപ്പിക് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം പോലും നിങ്ങൾ ഇൻ ബിറ്റ്വീൻ, സാറ് പറഞ്ഞ പോലെ നമ്മൾ കോഴ്സുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഇപ്പോഴും നിങ്ങൾക്ക് യു ജസ്റ്റ് അനലൈസ് വേർ ആം ഐ ഫിറ്റ് ഫോർ ദിസ്, എനിക്ക് ഇത് തന്നെയാണോ വേണ്ടത്, ഇത് ഒന്നുകൂടെ ഒന്ന് നോക്കാനുള്ള ഒരു സമയം കൂടി അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം മാറ്റിവെക്കാനോ നിങ്ങൾക്ക് ഡോക്ടർ ആകണം അത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത്, പക്ഷെ അതിനെ മാറ്റിവെച്ച് ചിന്തിക്കാനോ ഒന്നും അല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ പോകുന്നത് എനിക്കൊരു MBBS സീറ്റ് കിട്ടിയെന്ന് കരുതിയോ, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി എന്ന് കരുതിയോ ഞാനൊരു വലിയ കടമ്പ കടന്നു, ഇനി ഓക്കെ ഐ ക്യാൻ ടേക്ക് റെസ്റ്റ്, അങ്ങനെയല്ല. ഇവിടെ നിങ്ങളുടെ പുതിയൊരു ലൈഫിന്റെ ഒരു ജസ്റ്റ് നിങ്ങൾ ബിഗിനിങ് ആണ്. നമ്മൾ എയിംസിൽ പോയപ്പോൾ പോലും ഒരു കുട്ടി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, 18-19 മണിക്കൂർ ഹോസ്പിറ്റലിലാണ് പുള്ളിക്കാരി ചെലവിടുന്നത്. ജിപ്മറിൽ, അതെ സംറീൻ ഫാത്തിമ 3 ദിവസം ഹൗസ് ആൻഡ് ഇന്റേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതാണ്ട് 52 മണിക്കൂറിനടുത്ത് ആണ് ഹോസ്പിറ്റലിൽ വർക്കിംഗ് അവേഴ്സ്. അപ്പൊ അതിനിടയിൽ ഏതെങ്കിലും ഒരു ടൈമിൽ വന്നിട്ട് മാത്രമേ നമുക്ക് കപ്പ് കുടിക്കാനോ അല്ലെങ്കിൽ ലഞ്ചിനോ ശരിക്കും പറഞ്ഞാൽ ഒരു 5 മണിക്കൂറാണ് മൊത്തത്തിൽ. ഈ 5-4 മണിക്കൂറിനുള്ളിലാണ് വീട്ടിലേക്ക് സംസാരിക്കേണ്ടത്, നമുക്ക് ആഹാരം കഴിക്കേണ്ടത്, കുളിക്കേണ്ടത്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ 5 മണിക്കൂറിനുള്ളിൽ ചെയ്യണം. 5 മണിക്കൂർ അയാൾ പറഞ്ഞത് വളരെ കൂടുതലായിട്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, അത്രയും എഫേർട്ട് ഇടുമ്പോഴുള്ള ഗുണം എന്താ? MD ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് ജിപ്മറിൽ നിന്നും, അത്രയും പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് MBBS കഴിഞ്ഞ് MDയും കഴിഞ്ഞ് വരുന്നു. പക്ഷെ അതിനുവേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എഫേർട്ട് ഇവിടെ അല്ല നിങ്ങൾ എടുക്കാൻ പോകുന്നത്, ഇനിയുമാണ്. അതിന് നിങ്ങൾക്കൊരു തയ്യാറെടുപ്പാണ്, ശരിക്കും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത്. കാരണം ഇതിലോട്ട് നമ്മൾ ഈ 720 അല്ലെങ്കിൽ നമ്മളുടെ ഈ 25,000 വരാനുള്ള എഫേർട്ട് എത്രത്തോളം ലഘുവാണ് എന്ന് കാണിക്കാനാണ് ദയവായിട്ട് ഞങ്ങൾ ആദ്യം ചർച്ചയിൽ മറ്റൊരു വിഷയം ഞങ്ങൾ എടുത്തിട്ടത്. തീർച്ചയായിട്ടും നമുക്ക് മെയ് 4 തിരിച്ചു വന്നാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത്, കാരണം ഇപ്പം നമുക്കറിയാം 81 ചാപ്റ്ററുകളിൽ ഏത് ചാപ്റ്ററിൽ നിന്നും എവിടെ നിന്ന് വേണമെങ്കിലും ഏത് രീതിയിലും ചോദ്യങ്ങൾ വരാം. പക്ഷേ ഈസി ടു മോഡറേറ്റ് ലെവലിൽ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട്, അനുഭവങ്ങൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 150-160 ചോദ്യങ്ങളും ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാറ്റേൺ ഇനി നമ്മൾ എന്താണ്? കാരണം നമുക്ക് ഒരു ചാപ്റ്റർ മൊത്തത്തിൽ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചിട്ടോ ഒരു ഭാഗം പഠിച്ചിട്ടോ കാര്യമല്ല. എപ്പോഴും നമ്മളൊരു ഫുൾ കവറിംഗ് ആണ് ഇനി കൊടുക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ മിച്ചമുള്ള അവിടെ സാർ ചോദിച്ച ക്വസ്റ്റ്യൻ ഭയങ്കര റെലവെന്റ് ആണ്. കാരണം ഇപ്പോൾ പോലും കുട്ടികൾ പറയുന്ന ഒരു കാര്യം, മിസ്സേ കോമ്പിനേഷന് എക്സാമിന് വരുമ്പോൾ 3 യൂണിറ്റുകൾ 12 ചാപ്റ്റേഴ്സ് 2 ദിവസം, ഈ 2 ദിവസം കൊണ്ട് 12 ചാപ്റ്റേഴ്സ് എങ്ങനെ വായിച്ചു തീർക്കും? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു വായിക്കാൻ? ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല വായിക്കാൻ, ഇപ്പോഴും ഞങ്ങൾ പറയുന്നില്ല വായിക്കാൻ. അത് വായന ഇഷ്ടമില്ലാത്തത് കൊണ്ടോ വായിക്കരുതോ എന്നുള്ളത് കൊണ്ടല്ല, നമ്മളിവിടെ വായിച്ചു
വായിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് പ്രയോജനം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 2 ദിവസം കൊണ്ട് 12 ചാപ്റ്റേഴ്സ് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. ഞാൻ ഇത് മുഴുവൻ ഇൻഡെപ്തിൽ വായിച്ചേ പരീക്ഷ എഴുതാൻ പോകുന്ന വാശി പിടിക്കുന്നിടത്താണ് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്. കാരണം എന്തായാലും നമുക്കത് വായിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത്, അയ്യോ ഇന്ന ചാപ്റ്റർ ഞാൻ വായിച്ചിട്ടില്ല, ഇന്ന കണ്ടന്റ് ഞാൻ വായിച്ചിട്ടില്ല. അബദ്ധത്തിന് പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആ വായിക്കാത്ത ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ തീർന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് എന്ന് യൂണിറ്റ് ആയാലും ഏത് കോമ്പിനേഷൻ ആയാലും ഓൾ യൂണിറ്റ് ആയാലും ആ ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോവുക. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ നമ്മൾ മറന്നു പോവില്ലേ എന്ന്. അവരോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതിന് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റിയെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഞാൻ തിയറി മറന്നു എന്ന്? തിയറി മറന്നു പോകുന്ന ഒരാളിന്, കോൺസെപ്റ്റ് മറന്നു പോകുന്ന ഒരാളിന് ആ കോൺസെപ്റ്റ് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തുകൊണ്ട് എഴുതാൻ പറ്റില്ല? അല്ലെങ്കിൽ മറന്നുപോയാൽ എഴുതാൻ പറ്റുമോ? നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. സോ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയാം. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ ഇച്ചിരി ഒരു പ്രയാസം ഉള്ളത് പോലെയുണ്ട്. പല കുട്ടികൾക്കും നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി കെട്ടുന്ന പോലെയുണ്ട്. ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല, ഞാൻ മറന്നുപോയതൊന്നുമല്ല. നിങ്ങൾ ഓർത്ത് നോക്കിയാൽ, നിങ്ങൾ ഒരു കണ്ടന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ എഴുതിയ ആൻസറുകളെല്ലാം തന്നെ ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാതെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ റാൻഡമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാകാം, 2 ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിട്ടുണ്ടാകാം. അല്ലാതെ മുഴുവൻ ക്വസ്റ്റ്യനും ഞാൻ വെറുതെ മാർക്ക് ചെയ്ത് പോയതാണെന്ന് നിങ്ങൾ പറയില്ല, ഒരാളും പറയില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വീണ്ടും പറയുന്നു, ഇവിടെയാണ് നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു ചാപ്റ്ററിൽ നിന്നും കൂടുതൽ ചെയ്യുമോ, എത്രത്തോളം നിങ്ങൾക്ക് എക്സ്പോഷർ ഉണ്ടോ, അതിനനുസരിച്ച് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഇൻ ദ എക്സാം അത് കൂടിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. ബ്രില്യന്റ് റിസൾട്ട് എടുത്ത് നോക്കൂ, എങ്ങനെയാണ് ബ്രില്യന്റ് ഇത്രയധികം റിസൾട്ടിലോട്ട് എത്തുന്നത്? ഈ ഇത്രയധികം നമ്പർ ഓഫ് ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് പല രീതിയിൽ, പല പാറ്റേണിൽ, പല എക്സാമുകളായിട്ട് NCERT ബേസ്ഡ്, യൂണിറ്റ് ബേസ്ഡ്, കമ്പൈൻഡ് യൂണിറ്റ്, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ റിവിഷൻ, ഫുൾ യൂണിറ്റ്, അങ്ങനെ ആ ഒരു പ്രോബബിലിറ്റിയിൽ നിങ്ങളെ മാക്സിമത്തിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ വിജയലക്ഷ്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതിൻ്റെ തന്നെ മറ്റൊരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഏറ്റവും നമുക്ക് ഡിഫിക്കൽട്ടാണെന്ന് വിചാരിക്കുന്നിടത്ത് ഒരിടത്തെയാണോ നിങ്ങൾക്ക് തെറ്റിക്കുന്നത്, അല്ലെങ്കിൽ ആൻസർ കിട്ടാതെ വരുന്നത്? നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നിടത്തെയാണോ നമുക്ക് 4 തെറ്റിപ്പോകുന്നത്? 100% നമ്മൾ പഠിച്ചു കംഫർട്ടാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മൾ തെറ്റുകൾ വരുത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ഗോയിങ്ങോ ഡിഫിക്കൽട്ട് ലെവലോ ഇല്ല. എല്ലാ ചാപ്റ്ററുകൾക്കും, ഈവൻ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ ആണെങ്കിലും, കർണലിസിറ്റി ആണെങ്കിലും, ജെനറ്റിക്സ് ആണെങ്കിലും, ഓർഗാനിക് ആണെങ്കിലും എല്ലാം എവിടെ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരാം. ഈക്വൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നമുക്ക് ഇനിയൊരു ഫുൾ പാക്കേജിൽ തന്നെ നമ്മൾ നോക്കിയേ മതിയാവൂ. നമുക്ക് 3-4 ദിവസങ്ങളിൽ വേണമെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള റൊട്ടീനുകളെല്ലാം വേണം. 2 മോഡലുകൾ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യണം. ബ്രില്യൻറ്റിൻ്റെ മോഡൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള നമ്മുടെ റൊട്ടീനിൽ നമുക്ക് NCERT വായിക്കുന്നത് ചിലപ്പോൾ കംഫർട്ടായിരിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഒരു പാക്കേജിൽ 3-4-5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ കവർ ചെയ്യാനുള്ള ഒരു പാക്കേജ് അല്ലേ? ഓർഗാനിക് മൊത്തം നോക്കുന്നു. ഓൾ യൂണിറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എവിടെയാണ് എന്റെ പ്രശ്നം എന്ന് മനസ്സിലാവും. അത് അനലൈസ് ചെയ്തിട്ട് അത് മാത്രം ക്വിക്കായിട്ട് വായിച്ചു പോവുക, ബാക്കിയെല്ലാം മറിച്ച് നോക്കുക. ബാക്കി വായിക്കേണ്ടെന്നല്ല, അത് ഓർമ്മയുണ്ടാകാൻ വേണ്ടി വേണം. അത് ഷോർട്ടായിട്ട് ഈ പറയുന്ന NCERT മാത്രം വായിക്കുന്നു, വേറെ ഷോർട്ട് നോട്ട്സ് ഒന്നും ഇല്ല, മതി, കുഴപ്പമില്ല. പക്ഷേ NCERTയുടെ ഒരു പേജ് എടുക്കുമ്പോൾ ഈ പേജിൽ എന്തൊക്കെയാണ്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സർക്കുലേഷൻ ആണ് പറയുന്നതെങ്കിൽ NCERT ഫസ്റ്റ് പേജിൽ സർക്കുലേഷൻ എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണം, ഓക്കെ ഇത് ബ്ലഡിന്റെ കമ്പണൻസ് ആണ് പറയുന്നത്, അപ്പോൾ ബ്ലഡിന്റെ കമ്പണൻസ് ഒക്കെ എനിക്കറിയാം, ഇതൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് 1 സെക്കൻഡ് കൊണ്ട് അതെല്ലാം, അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് അതെല്ലാം ഒന്ന് ഓർക്കുക, പേജ് മറിക്കുക. ഓക്കെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റ് ആണ്, അപ്പം ABO ഗ്രൂപ്പിംഗ് ആണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് മറിച്ച് നോക്കാം. അവിടെ നിങ്ങൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കളറൊക്കെ ഇട്ട് എല്ലാം മാർക്ക് ചെയ്തൊക്കെ ടെക്സ്റ്റ് മുഴുവൻ വരച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ ഈ വരച്ച് വെച്ച കാര്യങ്ങൾ ഒന്ന് മറിച്ച് നോക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു മറിച്ച് നോക്കലാണ് ഏറ്റവും വേണ്ടത്. ആ മറിച്ച് നോക്കണം. ബാക്കിയുള്ളത് ഏതൊക്കെ പഠിക്കണം എന്നറിയണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇനി പുതിയ ക്വസ്റ്റ്യൻ ഞാൻ എവിടെ നിന്ന് എടുക്കും അങ്ങനെ ഒന്നും വിചാരിക്കണം. നിങ്ങൾ ചെയ്ത മെറ്റീരിയൽ തന്നെ റിപ്പീറ്റ് ചെയ്ത്, സ്റ്റഡി മെറ്റീരിയൽ ആയാലോ, വർക്ക് ബുക്ക് ആയാലോ, ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് ആയാലും, എനിക്ക് തോന്നുന്നു ഇത്രയും ക്വസ്റ്റ്യൻ എക്സ്പോഷർ വേറെ ഒരിടത്തും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എത്രയോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, എനിക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് പറഞ്ഞാൽ പോലും ഏകദേശം ഒരു ചാപ്റ്ററിൽ നിന്ന് പോലും 1000-ലധികം ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചെയ്യുന്നത്. നമുക്ക് മോഡൽ സെറ്റ് ചെയ്യാം, തീർച്ചയായിട്ടും സെറ്റ് ചെയ്യാം. അപ്പോൾ 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻ മാക്സിമം ആണ്. ഈ 4 ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് 1000 കണക്കിന് ക്വസ്റ്റ്യൻസ് ആണ്. അത്
പിന്നെയും എനിക്ക് കിട്ടുമോ, ഞാൻ മറന്നു പോവോ, അങ്ങനെ നിങ്ങളെ കുറച്ച് കാണണ്ട, മറിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുക. NCERT വായിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് വായിച്ചു പോവുക. ഈ പറയുന്ന പോലെ ഇക്കോസിസ്റ്റം, അങ്ങനെയുള്ള ബയോഡൈവേഴ്സിറ്റി പോലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വന്നു പോകും. സ്റ്റേറ്റ്മെന്റ് വന്നാലോ വായിക്കണ്ട എന്ന് പറയുന്നേ ഇല്ല. പക്ഷേ ഇവിടെ ഒരു ഇൻഡെപ്ത് വായനയേക്കാൾ ഉപരി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്വസ്റ്റ്യൻ ആണ്. കാരണം വായന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാസീവ് റീഡിംഗ് ആണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഒരു ടെക്സ്റ്റ് എടുത്ത് വെച്ച് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, 100 പ്രാവശ്യം വായിച്ചു. പക്ഷേ ഈ 100 പ്രാവശ്യം വായിച്ചതിൽ എത്ര പ്രാവശ്യം ആ ലൈൻ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെയാണ് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ 16 മണിക്കൂർ ഇരുന്ന് പഠിക്കണോ, അല്ലെങ്കിൽ ഞാൻ എത്രയോ പ്രാവശ്യം NCERT വായിച്ചു പക്ഷേ പരീക്ഷാ ഹാളിൽ ചെന്നപ്പം മറന്നുപോയി. കാരണം അവിടെ ഒരു പ്രോസസ്സിംഗ് ഇല്ല, ആക്റ്റീവ് റീഡിംഗ് അല്ലെങ്കിൽ ആക്റ്റീവ് ലേണിംഗ് അവിടെ ഇല്ല. പാസീവായിട്ട് കണ്ടു വായിച്ചു പോണു, 100 പ്രാവശ്യം ഇത് തന്നെ വായിക്കുന്നു. 101ാമത്തെ പ്രാവശ്യം അതേ കാര്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ ബ്രെയിൻ അത് മനസ്സിലാക്കുന്നില്ല. കാരണം അവിടെ ഒരു പ്രോസസ്സിംഗ് ഇല്ലായിരുന്നു. കണ്ണ് കണ്ടിട്ടുണ്ട്, അപ്പൊ ആ കണ്ണാണ് നിങ്ങളോട് പറഞ്ഞത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ മറന്നുപോയി. ഈ മറവി എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ആണ്, നേരത്തെ ഒരു പ്രോസസ്സിംഗ് ഇല്ല. അപ്പൊ നമ്മൾ വായന എന്ന് പറയുന്നിടത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇനി പരീക്ഷയോട് അടുക്കുമ്പോൾ ഈ പാസീവ് റീഡിങ്ങിന്റെ ടെൻഡൻസി നമുക്ക് ഭയങ്കര കൂടുതലാണ്. മറന്നു എന്നുള്ളിടത്താണ് ഈ പാസീവ് റീഡിങ്. അത് മാറ്റി വെച്ചിട്ട് ആക്റ്റീവ് റീഡിങ്ങിലൊക്കെയാണ് പോകേണ്ടത്. അപ്പൊ ആക്റ്റീവ് റീഡിങ്ങിലേക്ക് പോകാന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലൊന്ന് തിരിച്ച് പറഞ്ഞു നോക്കുക. അത് വായിക്കാതെ തന്നെ ആ പാരഗ്രാഫിൽ എന്തുണ്ടെന്ന് നമുക്ക് തിരിച്ചൊന്ന് ഓർത്തെടുക്കാൻ കഴിയുക. ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഓരോ പേജ് മറിക്കുമ്പോൾ ആ പേജിൽ എന്തൊക്കെ കോൺസെപ്റ്റുകളാണ് വരുന്നതെന്ന് നമ്മൾ സ്വന്തമായിട്ട് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ച് പറഞ്ഞു നോക്കുക. ഇമാജിൻ ചെയ്യുമ്പോൾ നീറ്റ് 2025 ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ഈ പാസേജിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ഇമാജിൻ ചെയ്യാൻ നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ അല്ലെങ്കിൽ 6 വർഷത്തെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വരാൻ പോകുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതാണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് നമ്മൾ പറയുന്നത്. പാസീവായിട്ട് വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അറിയാത്ത ഒരു സെന്റൻസും അറിയുന്ന ഒരു സെന്റൻസും ഉണ്ടെങ്കിലും സിസ്റ്റം രണ്ടിനെയും ഒരുപോലെ വായിക്കും. നമുക്കപ്പോൾ അറിയാത്ത സെന്റൻസിനെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ പ്രോസസ് ചെയ്യുന്നില്ല. അറിയാന്നുള്ള സെന്റൻസിനെ നമുക്കൊരു കാര്യം അറിയാമെങ്കിൽ അത് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരുന്നിട്ട് എന്താണ് പ്രയോജനം? അപ്പൊ നമ്മൾ ഇനിയുള്ള സമയം ഈ പറയുന്ന പോലെ ഒരുപാട് ബുക്കുമായിട്ട്, പ്രത്യേകിച്ചും ഈ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ലെക്ചർ നോട്ട് വായിക്കണോ, ഇനി കുറച്ച് സമയമുള്ളൂ, 2 ദിവസമേ ഉള്ളൂ, ഈ 2 ദിവസം കൊണ്ട് NCERT വായിക്കണോ, ലെക്ചർ നോട്ട് വായിക്കണോ, ഷോർട്ട് നോട്ട്സ് വായിക്കണോ, ഒരുപാട് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്നുമല്ല. ക്വസ്റ്റ്യൻ വായിക്കുക, കൺഫ്യൂഷൻ വരുന്നോ NCERT വായിക്കുക, നോക്കുക. ബാക്കിയെല്ലാം മറിച്ച് നോക്കുക. മറിച്ച് നോക്കുന്ന സമയത്ത് ബ്രെയിൻ പോയിന്ററോ നിങ്ങളുടെ കയ്യിലുള്ള ഷോർട്ട് നോട്ട്സോ ഇതൊന്നും ഇല്ലാത്തവർ ജസ്റ്റ് NCERT മുന്നിൽ എടുത്ത് വെച്ച് ഓരോ പേജിലും എന്താണെന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഈ പേജിൽ ഇന്ന സാധനങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. മറിക്കുന്നു, അടുത്ത പേജ് നോക്കുന്നു. ഇത് എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫിസിക്സ് ആണെങ്കിൽ കൂടി കാൽക്കുലേഷനിൽ എപ്പോഴും ചെയ്തു പഠിക്കൂ എന്ന് പറയുമ്പോൾ കൂടി എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിൽ ഞാൻ ഏത് ഫോമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഓക്കെ ഈ ഫോമുല അപ്ലൈ ചെയ്താൽ കിട്ടും എന്ന് ചിന്തിക്കുന്നിടത്ത് പോലും നിങ്ങളുടെ ഒരു ഇൻപുട്ട് അവിടെ ഉണ്ട്. പിന്നെ അത് ചെയ്തെടുക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ്. അവിടെയാണ് കുറച്ച് മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സ്കില്ല് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. പക്ഷെ എങ്കിൽ പോലും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ ഈ ഫോമുലയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള തോട്ട് അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവിടെ അത് ഇങ്ങനെ കാണാതെ പഠിച്ചു ഓക്കെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കേണ്ട, അങ്ങനെ ഒരു ഇൻഡെപ്ത് റീഡിംഗ് ഇനി വേണ്ടാന്ന് തന്നെ പറയുള്ളൂ. തീർച്ചയായിട്ടും. കാരണം മെയ് 4-ാം തീയതി നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ 54-ാമത്തെ ദിവസം നമ്മൾ എക്സാം ഹാളിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ബാക്കി നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സുകളെല്ലാം തീർന്നു. ഇനി നമുക്ക് മെയ് 1-ാം തീയതി മുതൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുന്നു. അപ്പം വേറെ ആപ്ലിക്കേഷനെ സംബന്ധിച്ചോ അല്ല അങ്ങനെയുള്ള എല്ലാ ചിന്തകളും നമ്മൾ മാറി, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിയാലിറ്റിയിലോട്ട് അടുക്കുകയാണ്. അപ്പം ആ മെയ് 4-ാം തീയതി നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യണം നമുക്കറിയാം. എക്സാം സിറ്റി ഏകദേശം നിങ്ങൾ 1ാമത് കൊടുത്തിരിക്കുന്ന സിറ്റിയിലാണ് നിങ്ങൾ എക്സാം നിങ്ങൾക്ക് എഴുതേണ്ടി വരുന്നത്. അപ്പം അത് അവിടെ നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്, അതിന് നമ്മൾ നമ്മുടെ ഡ്രസ് കോഡ് നമുക്കറിയാം. നോർമൽ ഡ്രസ് കോഡിനെ കുറിച്ച് നോർമൽ ഒരു പോയിട്ട് നമുക്ക് എക്സാം എഴുതാം. നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് എന്തായിരിക്കണം, കാരണം നമ്മളിപ്പം കൈ വേർക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു കോട്ടൺ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഡ്രസ് മെത്തേഡ് കംഫർട്ടായിട്ടിരിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം അതിൻ്റെ ഡ്രസ് കോഡുകളെ കുറിച്ച് നിങ്ങൾ ഒത്തിരി ആദ്യം പിടിക്കേണ്ട. അതിനെക്കുറിച്ചൊക്കെ ടീച്ചർ ഒരു 4-5 എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞു തരും. പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. അതിനൊന്നും വലിയൊരു പരിധിക്ക് അപ്പുറത്തോട്ട് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കരുത്. കാരണം നമുക്കില്ലാത്ത ഡ്രസ്സുകളൊന്നും അല്ല, നമുക്ക് സാധാരണ യൂസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഡ്രസ്സുകൾ എല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊരു വലിയ പ്രശ്നമായിട്ട് ഓരോ കാര്യത്തിനെയും കാണുമ്പോഴാണ് നമ്മൾ ആധാർ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഒന്നുമില്ല. അവിടെ ചുമ്മാ നമ്മൾ ബ്രില്ലിന്റെ എക്സാം വരെ എഴുതുന്നത് പോലെ തന്നെ നമ്മളൊരു 11:30 ആകുമ്പോൾ നമ്മൾ ചെല്ലുന്നു. ഒരു 12:30-12:45 ആകുമ്പോൾ നമ്മൾ അകത്ത് കയറുന്നു. 1:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻവിജിലേറ്റർ എത്തുന്നു. 1:45 നമ്മുടെ ക്വസ്റ്റ്യൻ പാക്കറ്റ് കിട്ടുന്നു. 1:50 ക്വസ്റ്റ്യൻ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ്റെ വെളിയിൽ ഡീറ്റെയിൽസ് എഴുതുന്നു. 1:55 നമുക്ക് OMR കിട്ടുന്നു. OMR
പേപ്പർ നമ്മൾ നോർമലി നമ്മളെല്ലാം മാർക്ക് ചെയ്യുന്നു, അവിടെയൊന്നും ചെറിയൊരു തെറ്റ് ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. 2 മുതൽ 5 വരെ നമുക്ക് 180 മിനിറ്റ്, ആ 180 മിനിറ്റിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നവരാരാണോ അതാണ് നമ്മുടെ മനസ്സിലെ പ്ലാൻ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വളരെ അതാ പറഞ്ഞ റിയാലിറ്റിയിലോട്ട് നമ്മൾ കടക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പം ആ സ്മാർട്ട് വർക്ക് എത്രത്തോളം നന്നായിട്ട് നമ്മൾ ഈവൻ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും റെസ്റ്റ്, കാരണം ഇപ്പം നമുക്കറിയാം ഒന്നാമത് കാലാവസ്ഥ ചൂട് കൂടിയിരിക്കുന്നു, അപ്പം നമുക്ക് അത്രയധികം ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല. പക്ഷേ ഇനിയാണെങ്കിൽ ഒരു 11:30-12 മണിക്കെങ്കിലും നമ്മൾ കിടക്കണം. ഒരു 4:30-5 മണിക്കൊക്കെ നമ്മൾ എഴുന്നേക്കാവുള്ള ഒരു 6 മണിക്കൂർ റെസ്റ്റ് കൊടുക്കണം. കൃത്യമായിട്ട് വേണം. പരീക്ഷ എടുക്കുന്നിടത്തോളം നിങ്ങൾ ചെയ്യുന്ന തിരിച്ചായിരിക്കും. കാരണം ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് കൊടുക്കാൻ പറ്റിയിരുന്നു, പക്ഷെ അത്രയും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ആദ്യമുള്ള എണ്ണവും കൂടുതലാണ്. അപ്പൊ അങ്ങനെ ആദ്യമുള്ള ആൾക്കാരുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർ ഈ അവസാനത്തെ നാളുകളിൽ അല്ലെങ്കിൽ അവസാനത്തെ പരീക്ഷയോട് അടുക്കുന്ന ദിവസങ്ങളിൽ അവർ ഒരുപാട് ഇഫേർട്ട് ഇടുന്നു. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇഫേർട്ട് ഒത്തിരി ഇട്ട് പോകുന്നു. അങ്ങനെ ഒരു ഇഫേർട്ട് ഇടുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ സിസ്റ്റം അബ്രപ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഫിസിക്കൽ ആൻഡ് മെന്റൽ കാം ആവണം. നമുക്കത് ചെറിയൊരു തലവേദന വന്നാൽ പോലും നമ്മൾ എന്ന് പറഞ്ഞ ഒരു തലവേദന വന്ന പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ്, അയ്യോ തലവേദന, നാളെ പരീക്ഷാ ഹാളിൽ എന്താവും, ഇങ്ങനെ ഒരു ചിന്ത നമ്മളെ വല്ലാതെ അലട്ടും. അപ്പൊ നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട്, അത് ഏത് കാര്യത്തിലായാലും ഇപ്പൊ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ വേറെയും ഒരു കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന ഇടവേളകളിൽ എന്തായാലും നിങ്ങൾ റെസ്റ്റ് എടുക്കുമല്ലോ, റെസ്റ്റ് എടുക്കണം, ഡെഫിനറ്റ്ലി റെസ്റ്റ് എടുക്കണം. അല്ലാതെ ത്രൂ ഔട്ട് 24 hours ഇത് വായിച്ചുകൊണ്ടിരിക്കേണ്ട. നന്നായിട്ട് ബ്രേക്ക് എടുക്കണം. ഇൻ ബിറ്റ്വീൻ ഒരു സബ്ജക്ട് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ടോ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ റെസ്റ്റ് എടുക്കണം. ആ സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പോയി സംസാരിക്കണം. അത് ഹെൽത്തിയർ ടോക്ക് ആയിരിക്കണം. ഈ പരീക്ഷ അയ്യോ എനിക്ക് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ അപ്പൊ നിനക്ക് കിട്ടൂല, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഈ റേഞ്ചിലായിരുന്നവർക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള ടോക്സ് അല്ല. നീറ്റിനെ കുറിച്ചല്ല. നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ പറ്റും? നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ചെടിയെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം, പണ്ട് സ്കൂളിൽ ഉണ്ടായിരുന്ന ക്രഷിനെ കുറിച്ച് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ഏറ്റവും കംഫർട്ടായിട്ട് ബന്ധുക്കളാവാം, ഏറ്റവും നമ്മുടെ കംഫർട്ടുള്ള ടീച്ചർമാരായിരിക്കും, അല്ലെ കൂട്ടുകാരികളാണ് ഏറ്റവും നല്ലത്. പക്ഷെ ബി പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരുമായിട്ട് ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് ഓപ്പൺ ആവണം. നമ്മൾ ചുരുങ്ങി പോവുകയാണ്. ഒന്ന് ഓപ്പൺ. എനിക്ക് തോന്നുന്നു ബ്രേക്ക് എടുക്കുന്ന സമയം പോലും നമ്മൾ കുറയ്ക്കുകയാണ്. അതല്ല വേണ്ടത്. ഈ സമയത്ത് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണം. നമ്മൾ ഒരു സബ്ജക്ട് കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക് എടുക്കണം. ഒരു ഹെൽത്തിയർ ബ്രേക്ക് നമുക്ക് വേണം. തീർച്ചയായിട്ടും. പക്ഷെ അപ്പം നമ്മൾ വളരെ നെഗറ്റീവിലോട്ട് പോവുകയും ചെയ്യരുത്, ചിന്തിച്ചിരിക്കരുത്, സോഷ്യൽ മീഡിയയിലോട്ട് കടന്നു പോകരുത്. നമ്മുടെ ഇപ്പം ഫേസ്ബുക്കോ അല്ലെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലോട്ടും കടന്നു പോകരുത്. ഒരു കാരണവശാലും കുറച്ച് പാട്ട് കേട്ടേക്കാം, അല്ലെങ്കിൽ അത് ആവശ്യമാണ്, അത് നമുക്ക് ഹെൽത്തിയർ ആണെങ്കിൽ ചെയ്യാം. പക്ഷെ അതല്ലാതെ മറ്റുള്ള റീൽസിലോട്ടോ ഇല്ല. എനിക്ക് തോന്നുന്നു സാർ ഈ പറഞ്ഞപ്പോൾ ഇച്ചിരി കയറി പറയാൻ തോന്നുന്നു. ഇവിടെയാണ് ഈ സമയത്താണ് കുറച്ച് ആവശ്യമില്ലാത്തൊരു സെർച്ച് വരുന്നത്. കഴിഞ്ഞ വർഷം എത്ര മാർക്ക് വരെ കിട്ടി, ഈ സമയത്ത് ഈ റേഞ്ചിൽ ഉണ്ടായിരുന്നവർ എവിടെ. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം മീഡിയയുടെ ഒരു അതിപ്രസരം എന്താണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് ഞങ്ങൾ നിങ്ങളോട് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശിവൻ സാറിന്റെ വീഡിയോയിൽ നമുക്ക് എല്ലാം കൃത്യമായിട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഒരു മാർക്ക് പോലും എങ്ങനെ മാറണം അല്ലെങ്കിൽ എങ്ങനെ മാറാതിരിക്കണം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇനിയും വരും ദിവസങ്ങളിലും നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് വരെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലപ്പുറം പോയി ഒരുപാട് നിങ്ങൾ വേറെയും ഒരു കാര്യം, ആ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയായിരിക്കും നടക്കുന്നത്. ഞാൻ അവിടെ പോകുമ്പോൾ ആദ്യം എൻ്റെ എന്തൊക്കെ പരിശോധിക്കും, ഇപ്പം ആധാർ കാർഡ് നോക്കും, അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത്, ആ പ്രൊസീജിയർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു അവയർനെസ് വേണം. പക്ഷെ ആ പ്രൊസീജിയർ അറിയാനുള്ള അവയർനെസ്സിന് പകരം അതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ സംഭവിച്ച ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്തു വെച്ച് അതിലേക്ക് ഇൻഡെപ്തിലേക്ക് പോയി പിന്നെ അതിന്റെ ഒരു വിശകലനവും സ്റ്റഡിയും ഇതൊന്നും വേണം. ഉദാഹരണത്തിന് ഇന്നൊരു കുട്ടി അദ്ദേഹം കണ്ണാടി വെച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത്. കണ്ണാടി വേണം പരീക്ഷ എഴുതുന്നത്. പക്ഷെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ കണ്ണാടി വെച്ചിട്ടുള്ള ഫോട്ടോ അല്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, കഴിഞ്ഞ വർഷങ്ങളിൽ എവിടെയോ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഇൻവിജിലേറ്റർ സമ്മതിച്ചില്ലല്ലോ, അങ്ങനെ ഒരു സംഭവം. ആ കുട്ടിക്ക് ഒരു ഉറപ്പില്ല അങ്ങനെ സംഭവിച്ചില്ലെന്ന്, ആരോ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. നീറ്റിന്റെ പ്രോസ്പെക്ടസിൽ ഒരിടത്തും പറയുന്നില്ല നിങ്ങൾ കണ്ണാടി ഉപയോഗിച്ചാണ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഫോട്ടോയിൽ സ്പെക്സ് വേണം എന്നൊരു നിബന്ധന ഒരിടത്തുമില്ല, ഒരാളും പറയുകയുമില്ല. പക്ഷെ നമ്മൾ ഓവർ ആങ്സൈറ്റി ആവുകയാണ്. നമ്മൾ ഫോട്ടോ കണ്ണാടി ഇല്ലാത്തതാണ്. അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും ചോദിക്കോ? ഇല്ല. അവർക്ക് വേണ്ടത് ഐറിസ് സ്കാൻ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കണ്ണാടി വെച്ചോ കണ്ണാടി വെക്കാതെയോ ഒക്കെ നമ്മുടെ കംഫർട്ടിനനുസരിച്ച് പരീക്ഷ എഴുതാം. അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ സെർച്ചിങ്ങിലോട്ട്, ഈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു അപകടം അതാണ്. നമ്മളൊരു കാരണവശാലും അമിതമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ടോ അല്ലെങ്കിൽ മറ്റൊന്നിലോട്ട് നമ്മൾ പോകരുത്. നമ്മുടെ മനസ്സിനെ ആ ബ്രേക്ക് എടുക്കാൻ, ആ റിലാക്സ് ചെയ്യാൻ അനുവദിക്കണം. അവിടെ ഒരിക്കലും ഒരു നെഗറ്റീവ് തോട്ടിലോട്ട് പോകാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം. പാരന്റ്സിനും ഈ ഒരു അവയർനെസ് വേണം. കുട്ടികളെ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എന്തൊക്കെ
എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അവരും അറിഞ്ഞിരിക്കണം. അത് കുട്ടിയോടും പറയണം. അത് കുട്ടിയോടും പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകാത്ത ആരും തന്നെ ഇല്ല. ആ ബുള്ളറ്റിൻ എടുത്ത് വായിച്ചു നോക്കിയോ അല്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്തിട്ട് എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സുകളെന്ന് നമ്മളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെ നിന്നൊരു നെഗറ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് വന്നു പോലെ നമുക്ക് ഉടനടി റെസ്പോണ്ട് ചെയ്യണം. അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, എവിടെ റെസ്പോണ്ട് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, അവിടെ പാനിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ ആ കുട്ടിയോട് അത് തന്നെയാണ് പറഞ്ഞത്. മോളെ അങ്ങനെ ഒരു ഇൻ കേസ് വന്നു എന്ന് വിചാരിക്കുക, മോൾ എഴുന്നേറ്റ് നിന്നിട്ട് ഏറ്റവും സാവകാശത്തിൽ ഏറ്റവും സൗമ്യമായിട്ട് ആ ഇൻവിജിലേറ്റർ പറയണം, സാർ ഇത് നീറ്റ് എക്സാം ആണ്, നീറ്റ് എക്സാമിൻ്റെ ബുള്ളറ്റിൻ ഞാൻ നന്നായിട്ട് വായിച്ചതാണ്, ഒരിടത്തും പറയുന്നില്ല സ്പെക്സ് ഉള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് എങ്ങും പറയുന്നില്ല, അങ്ങനെ ഒരു നിയമമില്ല മാം, താങ്കൾ ഒന്ന് ദയവായിട്ട് എൻ്റെ ഇൻവിജിലേറ്റർ, എൻ്റെ സൂപ്പർവൈസർ ഉണ്ട്, എല്ലാ സെൻറ്ററുകളിലും എൻ ടിയുടെ സൂപ്പർവൈസേഴ്സ് ഉണ്ട്, മാഡം അവരോടൊന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ സാർ അവരോടൊന്ന് ചോദിച്ചിട്ട് പറഞ്ഞു തരാമോ, ഇങ്ങനൊരു നിയമം ഇല്ല എന്ന് പറയാൻ നമ്മൾ അവെയർ ആയിരിക്കണം. അപ്പം അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പം മെയ് 4 ആ എക്സാമിൽ ഏറ്റവും നന്നായിട്ട് അവിടെയൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മൾ 180 ചോദ്യങ്ങൾ, 180 OMR ബബിൾസ്, അത് മാത്രമായിരിക്കണം നമ്മുടെ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം, അത് മാത്രമായിരിക്കണം. അപ്പം അതിനോട് ഇപ്പം നമ്മൾ പറഞ്ഞ ഡ്രസ് കോഡിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത്യാവശ്യം വേണ്ട വീഡിയോകളൊക്കെ നമ്മൾ അതിൻ്റെ റെഗുലർ ടൈമിൽ, അതുപോലെ എക്സാം ഹാളിൽ എന്തായിരിക്കും എന്നുള്ളതൊക്കെ ആ സമയത്ത് നമുക്ക് ചെയ്യാം. അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ആ സമയത്ത് ചെയ്യാം. ഇപ്പോൾ പേരൻസിൻ്റെ ആങ്സൈറ്റിയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം ഞങ്ങളത് അത്രയും പേരൻസിലോട്ട് കടന്നു പോയില്ല എന്ന് മാത്രം. പക്ഷേ നിങ്ങൾ വീട്ടിലിരുന്ന് ടെൻഷൻ അടിക്കുന്നു, ഒരുപക്ഷെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലായിരിക്കാം കുട്ടിയുമായിട്ട്, പക്ഷേ പ്രത്യേകിച്ചും കൂടുതൽ അമ്മമാർ, നിങ്ങൾ ഈ സമയത്ത് ഓവർ ആങ്സൈറ്റി വീട്ടിലിരുന്നാണെങ്കിൽ പോലും നിങ്ങളൊന്ന് തേങ്ങുന്നത്, നിങ്ങളൊന്ന് ടെൻഷൻ അടിക്കുന്നത് നിങ്ങളുടെ കുട്ടിക്ക് ഇവിടെ അത് ഫീൽ ചെയ്യും. കാരണം ഈ സമയങ്ങളിൽ നിങ്ങളെക്കാളും കൂടുതൽ അവരെ ഞങ്ങളാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഒരു ചെറിയൊരു വേവത് പോലും, ഒരു ടെൻഷൻ പോലും അവരിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് അവർ കംഫർട്ടാണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ധാരാളം അവസരങ്ങൾ, +2 ശേഷമുള്ള ധാരാളം അവസരങ്ങൾ, ഏറ്റവും നല്ല പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് പഠിക്കാനുള്ള ധാരാളം മാർഗങ്ങൾ ഇന്നുണ്ട്. ഏതൊരു കുടുംബത്തിനും അവനവൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തരത്തിൽ പഠിപ്പിക്കാൻ പറ്റിയ മേഖലകളുണ്ട്. അപ്പം നിങ്ങൾ ഏറ്റവും കംഫർട്ടായിട്ട് തന്നെ വീടുകളിൽ ഇരിക്കണം എന്നുള്ള തീർച്ചയായിട്ടും സാർ ഈ പറഞ്ഞ പോലെ അത് വലിയൊരു കാര്യമാണ്. പല കുട്ടികളും സംസാരിക്കുമ്പോൾ അമ്മ വിളിച്ചിരുന്നു മിസ്സേ, അമ്മ എന്നോട് അധികം സംസാരിച്ചില്ല, ഒരുപക്ഷെ നമ്മുടെ ഹറിബറി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സംസാരിച്ച കുഞ്ഞിന് ടെൻഷൻ വരുമെന്ന് പേടിച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ വാക്കുകൾ ചുരുക്കുന്നത്. കാരണം ഞാൻ ഒത്തിരി പറഞ്ഞു പോയാൽ ഇനി അവർക്ക് എങ്ങനെയെങ്കിലും ഹേർട്ട് ചെയ്യോ, അപ്പോൾ വേണ്ട, വെറുതെ ഒരുപാട് പറയേണ്ടെന്നായിരിക്കും നമ്മൾ അമ്മമാർ വിചാരിക്കണേ. പക്ഷേ ഇത് അപ്പുറത്ത് സെൻസ് ചെയ്യുന്ന ആള് ഇന്നലെ വരെ അമ്മ നന്നായിട്ട് സംസാരിച്ചോളൂ, ഇന്ന് അമ്മ കുറച്ചേ സംസാരിച്ചോളൂ, ആ ഒരു ഡ്യൂറേഷൻ പോലും മനസ്സിലിട്ട് അതിങ്ങനെ ആലോചിച്ച് മാർക്ക് കുറയുന്നത് കൊണ്ടാണോ എന്തായിരിക്കും അങ്ങനെ ആലോചിക്കണം ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്യാമ്പസിലുണ്ട്. സാറ് പറഞ്ഞ പോലെ അവരെ ഒത്തിരി അടുത്ത് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ കാണുന്നു. ഇപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ പല കുട്ടികളും വന്ന് വളരെ ഓപ്പൺ അപ്പ് ആവാറുണ്ട്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും, ഒരുപക്ഷെ ഞാൻ പോലും എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ അവരിങ്ങനെ ചിന്തിക്കുമോ എന്ന് ഇതുവരെ ആലോചിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും നമ്മളെപ്പോലും അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്മമാരായാലും അച്ഛന്മാരായാലും നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകാം, നമ്മുടെ കുട്ടി ഏറ്റവും നല്ല രീതിയിൽ എത്തണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയാണ്. പക്ഷെ അത് നമ്മൾ കൺട്രോൾ ചെയ്യുക മാത്രമല്ല, നമ്മുടെ ബിഹേവിയറിൽ ഒരു കോളിൽ പോലും അത് പ്രതിഫലിപ്പിക്കാതിരിക്കുമ്പോൾ അത് കുട്ടിക്ക് നൽകുന്ന എനർജി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. 100%. അതുപോലെ തന്നെ സാധ്യതകൾ, 2025 സാധ്യതകളെ കുറിച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ധാരാളം ഓൺലൈൻ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം മെയ് 8 തുടങ്ങുകയുള്ളൂ. അതായത് മെയ് 4 നീറ്റ് എക്സാം കഴിഞ്ഞിട്ടാണ് ആ എക്സാം വരുന്നത്. എഴുതിച്ചേക്കുക, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ്, എക്സാം വെറുതെ എഴുതിച്ചേക്കുക. 46 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, 280ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സാധ്യതകൾ. ഇനി ബയോളജിയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത ധാരാളം പ്രോഗ്രാമുകൾ, BSc നഴ്സിംഗ് പ്രോഗ്രാമുകൾ, സൈക്കോളജി പോലുള്ള പ്രോഗ്രാമുകൾ. ഏതൊരു വ്യക്തി, ഒരു ബാച്ചിലെ 74 പേർക്കും അവനവൻ്റെ പാഷനും ആറ്റിറ്റ്യൂഡിനും അനുസരിച്ച് പ്രവേശനം നേടാനുള്ള അത്രയധികം പ്രോഗ്രാമുകളുണ്ട്. ഐസർ മെയ് 25 പരീക്ഷയുള്ളൂ. നൈസർ ജൂൺ 22 പരീക്ഷയുള്ളൂ. എയിംസ് BSc നഴ്സിംഗ് ജൂൺ 1 പരീക്ഷ. CMI, ISI ഏത് പരീക്ഷയാണെങ്കിലും നമുക്ക് മെയ് 4 ശേഷം ഏറ്റവും കംഫർട്ടായിട്ട് ചെയ്യേണ്ട അപേക്ഷകൾ നിങ്ങൾ അനുസരിച്ച് കൊടുത്തോളൂ. ഇനി കേരള എഞ്ചിനീയറിംഗ് ഏപ്രിൽ 24 തുടങ്ങുന്ന കേരള എഞ്ചിനീയറിംഗ്, കേരള BPharm മാത്രമേ ഇതിനു മുമ്പായിട്ടുള്ളൂ. അതുപോലെ JEE മെയിൻ സെക്കൻഡ് സെഷനും അത് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതട്ടെ, തീർച്ചയായിട്ടും എഴുതുന്നത് നല്ലതാണ്. ആ ഒരു ദിവസത്തെ, ഇപ്പം ഒരു ദിവസം എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ളതൊന്നും യാതൊരു കുഴപ്പമില്ല. കാരണം പഠിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് അതും പഠിത്തമാണ്.
അല്ലാതെ നമ്മൾ പുസ്തകം തുറന്നു വെച്ച് പഠിക്കുന്നത് മാത്രമല്ലല്ലോ. ഹോളിന്റെ ആംബിയൻസും അവിടെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും, ആ ഒരു സമയം നമ്മൾ എങ്ങനെയായിരിക്കും, ഇതൊക്കെ അറിയാൻ വേണ്ടി പരീക്ഷ എഴുതുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഒരു ദിവസം പോകുമ്പോൾ അവിടെ പോകുമ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കുക വേണ്ട. അപ്പൊ അത്രയും ക്വസ്റ്റ്യനിലൂടെ ഫിസിക്സും കെമിസ്ട്രിയും കടന്നു പോകുമ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരുപക്ഷെ ജെയുടെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നീറ്റിന് നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് അത്രയും എത്താൻ പറ്റില്ലെങ്കിലും അതിനോട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലേക്ക് വരും, നമ്മൾ വീണ്ടും ഒന്ന് ആലോചിക്കും. അപ്പോൾ ഒരു പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എനിക്കത് ഓർക്കാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒരു പരിധിവരെ നമുക്ക് ഓർക്കാൻ പറ്റും. കാരണം അതിനോട് ലിങ്ക് ചെയ്ത് അയ്യോ ഇതുവരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ, ഇത്രയും കാര്യങ്ങളെ എൻ്റെ ഒരു ലെവലിൽ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്ന് പോലും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ വീണ്ടും ഒരു മെമ്മറി, ഒരു തിങ്കിങ് നടക്കുവാണ്. അതും ശരിക്കും ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്, വായിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ലല്ലോ ലേണിംഗ്. അപ്പൊ ഇതെല്ലാം തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ പരീക്ഷകൾ എഴുതണം. എല്ലാം ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, MBBS തന്നെ വേണം, അതാണ് നമ്മുടെ ആഗ്രഹം, എല്ലാം നമുക്ക് വേണം, അത് തന്നെ ആയിക്കോട്ടെ. എങ്കിൽ പോലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ പാഷൻ അനുസരിച്ചുള്ള കോഴ്സുകളിലെല്ലാം തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുത്തിടാം. അത് പിന്നെ നമ്മൾ നീറ്റ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അയ്യോ ഞാൻ പരീക്ഷ എഴുതാൻ എനിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു വർഷം കൂടെ സെയിം ആപ്ലിക്കേഷൻ കൊടുക്കാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ CUET ആണെങ്കിൽ പോലും നമുക്കൊന്ന് ആപ്ലിക്കേഷൻ കൊടുത്തിടാം, പരീക്ഷ എഴുതാം, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീടല്ലേ. എന്തായാലും അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. കാരണം നമുക്ക് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ് നമുക്ക് പ്രവേശനത്തിന്റെ സമയം. ആ സമയത്ത് ഏറ്റവും നല്ലൊരു തീരുമാനം എടുക്കണം, കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് നന്നായിട്ട് ആലോചിച്ച്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന, കാരണം ഒരു പ്രവേശനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുടുംബത്തിനെ സാമ്പത്തികമായിട്ട് തളർത്തുന്നതായിരിക്കരുത്. അവിടെ നമുക്ക് നല്ലൊരു തീരുമാനം, അത് കുട്ടികൾ തന്നെ എടുക്കണം. ഞാൻ ഇന്നതാണ് പഠിക്കേണ്ടത്, ഇന്ന കോളേജിലാണ് പഠിക്കേണ്ടത് എന്നുള്ള ആ നല്ല തീരുമാനം അവനവൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏറ്റവും അനുസരിച്ചുള്ള തീരുമാനങ്ങൾ തന്നെ എടുക്കണം. അതിന് ബാക്കിയുള്ള എല്ലാത്തിനും അറ്റൻഡ് ചെയ്യുന്നതും അതിലൂടെയുള്ള തങ്ങൾക്ക് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ ബ്രില്യൻ്റ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരികയും ചെയ്യും. നമ്മളുടെ ലക്ഷ്യം മെയ് 4 തന്നെയാണ്. ആ 4-ാം തീയതി ഏറ്റവും നല്ല സ്മാർട്ട് വർക്ക് ചെയ്യാൻ നമ്മളുടെ ആരോഗ്യവും നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഡ്രസ് സെൻസും ഈവൻ നീറ്റിൻ്റെ അതിൻ്റെ അവിടുത്തെ ചെക്കിങ്ങും ഫ്രിസ്കിങ്ങും അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 720 ഒരു വ്യക്തിയിൽ 720 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എത്രത്തോളം ആർജിച്ചിട്ടുണ്ട് കഴിവോ അത് പരിപൂർണമായിട്ട് OMR എത്തിക്കാൻ സാധിക്കണം. അതാണ് ഫുൾ അല്ലേ ടീച്ചറെ? അതിനകത്ത് ഒരു കോംപ്രമൈസും നമുക്കില്ല. കാരണം നിങ്ങളെല്ലാം അതിന് കാലിബർ ഉള്ളവരാണ്, നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻ കണ്ടവരാണ്. നമുക്ക് ആ NCERT ഈ 720 വാങ്ങിച്ച ശ്രീനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരും NCERT അല്ലാതെ വേറൊന്നും പഠിച്ചിട്ടില്ല, വേറെ ഒരു ബുക്കോ വേറെ ഒരു നോട്ട്സോ എക്സ്ട്രാ മെറ്റീരിയൽസ് ഒന്നുമില്ല. അപ്പൊ NCERTയിൽ എന്താണോ ഉള്ളത് അത് കൃത്യസമയത്ത് ആ OMRലേക്ക് ബബിളുകളായിട്ട് വന്നതുകൊണ്ടാണ് ആ ഫുൾ മാർക്ക് കരസ്ഥമാക്കാൻ പറ്റിയത്. നീറ്റ് 2024 എക്സ്പീരിയൻസ് അനുസരിച്ച് വളരെ ടഫിലോട്ട് പോകും. മറ്റൊരു പാറ്റേൺ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നീറ്റ് എന്ന് പറയുന്നത് ഇത്രയധികം സംസ്ഥാനങ്ങളിലെ ഇത്രയധികം ബോർഡ്, എത്രത്തോളം സ്റ്റേറ്റ് ബോർഡ് സിലബസുകളിൽ പോലും പല സംസ്ഥാനങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളാണ് സാർ ഏറ്റവും കൂടുതൽ സിലബസ്, നിങ്ങൾ തമിഴ്നാടിന്റെയൊക്കെ സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടന്റുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ എല്ലാരെയും നോക്കി നടത്തുന്ന, ഇത്രയും കുട്ടികളെ നോക്കി നടത്തുന്ന ഒരു പരീക്ഷ ഏറ്റവും ഒരു ഹയർ ലെവലിലേക്ക് പോകുന്നു പറയുമ്പോൾ നമ്മളെപ്പോഴും വിചാരിക്കേണ്ട കാര്യം നമ്മളൊരു സിലബസ് ഓറിയന്റഡ് ആണ്. ആ സിലബസിനുള്ളിൽ നിന്നിട്ടാണ് പോകുന്നത്. ഒരു ഇൻഡെപ്തിൽ 1-2 ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ പോലും 1-2 ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എന്നാൽ പോലും ബാക്കിയുള്ള ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഒരു സാധാരണ കുട്ടിക്ക് അത്യാവശ്യം ആ കണ്ടന്റിലൂടെ കടന്നുപോയ ഒരു കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള റൂമേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ വലിയ പ്രാധാന്യം വളരെ ഡെപ്തിലോട്ട് പോകേണ്ടതൊക്കെ എടുത്ത് നിങ്ങൾ കണ്ടമാനം പഠിച്ചിട്ട് ആൻസർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി ടൈം വേസ്റ്റ് ചെയ്യുന്നതും ഒത്തിരി നഷ്ടമാണ്. അവിടെ അങ്ങനെ ഒരു കാര്യം വന്നു, ഒരു പ്രോബ്ലം നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല എന്നെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ ആ ഫാക്കൽറ്റിയെ സമീപിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു മാർഗം. കാരണം നിങ്ങൾ അതിന് പോയി ഇൻഡെപ്തിൽ ഒരുപാട് മെറ്റീരിയൽസ് വായിച്ചുകൊണ്ടിരുന്ന 2-3 ബുക്കൊക്കെ റെഫർ ചെയ്ത് ഇതെല്ലാം എടുത്തു വരുന്നതിനേക്കാളും ക്വിക്കായിട്ട് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് അവരത് പറഞ്ഞു തരും. നിങ്ങളിപ്പോ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ലൈവിൽ തന്നെ ഞാൻ കയറിയപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇത് എന്താ ക്രിസ്പ് ടെക്നോളജി വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നീറ്റ് പരീക്ഷയ്ക്ക് +2 ലെവലിൽ നമുക്ക് ഈ ഒരു ടെക്നോളജി ഒന്നും നമുക്ക് വേണ്ട, നമ്മളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് ലെവലിലെങ്കിലും ബയോടെക്നോളജിയുടെ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ ഇത്രയും പഠിച്ചാൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റി. അപ്പോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ സാറ് പറഞ്ഞു തരും, മോനെ ഇത്രയും ലെവലിലേക്ക് പോകണ്ട, ഇൻഡെപ്തിലേക്ക് ഇത്രയും പോകുന്നതിന്റെ ആവശ്യമില്ല, നമുക്കത് വേണ്ട. അപ്പൊ നമ്മൾ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു പേടി കൊണ്ടാണ് ഇതൊക്കെ, അത് വരുമോ ഇത് വരുമോ ഞാൻ എല്ലാം പഠിച്ചോ, ആ ഒരു പേടി. അപ്പൊ അതിനും കൃത്യമായിട്ട് നമ്മുടെ മെന്ററിംഗ് സിസ്റ്റം ഉപയോഗിക്കുക. അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സിനോട് നിന്ന് മിസ് ഇങ്ങനെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇതിന്റെ ഇൻഡെപ്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഏതുവരെയൊക്കെ പോകാം അങ്ങനെ ചോദിക്കുക. ഇനി കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഫസേഴ്സിനെ ചെന്ന് കാണുക. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അവരെ ചെന്ന് കണ്ടാൽ അവർ പറയും ഇത്രയും ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് JEK
വരുള്ളൂ, നിങ്ങൾ പഠിക്കേണ്ട, ഫിസിക്സിനൊന്നും ഇത്രയും ആഴത്തിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട എന്ന് അവർ പറഞ്ഞു തരും. ബയോളജി ആയാലും പറഞ്ഞു, ഏത് സബ്ജക്റ്റ് ആയാലും നമുക്ക് സപ്പോർട്ട് ഉണ്ട്. ഏറ്റവും വലിയൊരു കാര്യം ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. ആ സിസ്റ്റത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ ഉപയോഗിക്കുക. നമുക്ക് എന്തൊക്കെ റിസോഴ്സുകളാണോ ഉള്ളത്, ഇ ലേണിംഗ് ആപ്പ് എന്ന റിസോഴ്സ്, മെന്റേഴ്സ് എന്ന റിസോഴ്സ്, കോർഡിനേറ്റേഴ്സ് എന്ന റിസോഴ്സ്, ഈവൻ ഡയറക്ടേഴ്സ് എന്ന റിസോഴ്സ് പോലും, ഡയറക്ടേഴ്സ് പോലും കുട്ടികളെ കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പൊ ആ റിസോഴ്സുകളെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ സ്മാർട്ട് വർക്കിന്റെ കാര്യത്തിൽ ഇതും ഒരു ഭാഗമാണ്. അത് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും യു ആർ പെർഫെക്റ്റ്. 720 ഞങ്ങൾ പറയുന്ന പോലെ കഴിഞ്ഞ വർഷം ഒരാൾക്കാണെങ്കിൽ ഒരുപാട് 720 ഔട്ട് ഓഫ് 720 ഉണ്ടാക്കണം എന്ന ആഗ്രഹമാണ് ഞങ്ങൾക്ക്. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളെ കൊണ്ട് അതിന് കഴിയും. എപ്പോഴും പറയും പോലെ ഒരു കുടുംബം തന്നെ നിങ്ങളോടൊപ്പം.